ഗോവിന്ദൻ മാഷ് ഞാൻ പറഞ്ഞില്ല, ഗോവിന്ദൻ മാഷ് ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്നതാണ്. നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോൾ ഗോവിന്ദൻ മാഷ് 2-3 ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് നല്ലൊരു സുഖമാണ്, ഒന്ന് മനസ്സ് പറഞ്ഞ് ചിരിക്കാൻ. ഇപ്പോൾ അങ്ങനത്തെയാണ്. കാരണം 100 സീറ്റിൽ പൊട്ടെന്ന് പറഞ്ഞ UDF അല്ല, LDF പൊട്ടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. സീറ്റ് ചർച്ചയിൽ ഇതുവരെയായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. അത് ഈ മാസം 15-ാം തീയതിയോടുകൂടെ തന്നെ അക്കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ കഴിയും. അതിന് പുറമെ പാർട്ടി പ്രഖ്യാപിച്ച സമരപരിപാടികളുണ്ട്. ഇപ്പോൾ 13-ഉം 14-ഉം ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിനെതിരായിട്ടുള്ള, അതിൻ്റെ നിയമവലി മാറ്റിയതിനെതിരായിട്ടുള്ള രാപ്പകൽ സമരം 13-14 തീയതികളിലായിട്ട് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ചും കലക്ട്രേറ്റ് മാർച്ചുകളുണ്ട്. ഈ 2 സമരപരിപാടികൾ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഫെബ്രുവരി 6 മുതൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാഹന പ്രചരണ ജാഥ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ജാഥ, ഇതൊക്കെ ഇന്നലെ നടന്ന ക്യാമ്പിൽ ഞങ്ങൾ തീരുമാനമെടുത്താണ്. കഴിഞ്ഞ UDF യോഗം തന്നെ കാസർഗോഡ് തിരുവനന്തപുരം മാർച്ചിൻ്റെ കാര്യം മറ്റേ വാഹന പ്രചരണ ജാഥയുടെ കഴിഞ്ഞ UDF യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ടൈം ടേബിൾ ഇട്ട് പോവാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം SIRൻ്റെ വിഷയമാണ്. കാരണം ഒരുപാട് പരാതികൾ എല്ലായിടത്തുമുണ്ട്. പല കഴിഞ്ഞ അസംബ്ലിയിൽ വോട്ട് ചെയ്ത പലരുടെയും വോട്ട് പുതിയതായിട്ട് ചേർത്തിട്ടില്ല. ചേർക്കുന്ന വോട്ടുകൾക്ക് തന്നെ കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ, അത് ചേർക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. അതുകൊണ്ടാണ് സീനിയർ നേതാക്കന്മാർക്ക് തന്നെ ജില്ലകളിൽ ചാർജ് കൊടുത്തുകൊണ്ട് SIRൻ്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മാസം തന്നെ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കാനും പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഫെബ്രുവരിയിൽ വോട്ടർ പട്ടികയുടെ ഫൈനൽ പട്ടിക വരുന്നതിന് മുമ്പ് തന്നെ ചേർക്കേണ്ട വോട്ടുകളൊക്കെ ചേർക്കണം എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട ഈ 2 ദിവസത്തെ ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു. പിന്നെ 2 രാഷ്ട്രീയ എതിരാളികളുണ്ട് തവണ, മാർക്സിസ്റ്റ് പാർട്ടിയും BJP. അവർ തമ്മിൽ തന്നെ അന്തർധാരകളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നീങ്ങണമെന്നാണ് ഇന്നലെയും മിനിഞ്ഞാന്നുള്ള ക്യാമ്പിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം. ഈ 100 സീറ്റിലും കോൺഗ്രസ് പൊട്ടുമെന്നുള്ള പരിഹാസമൊക്കെയാണ് MV ഗോവിന്ദൻ അടക്കമുള്ള. ഗോവിന്ദൻ മാഷ് ഞാൻ പറഞ്ഞില്ല, ഗോവിന്ദൻ മാഷ് ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്നതാണ്. നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോൾ ഗോവിന്ദൻ മാഷ് 2-3 ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് നല്ലൊരു സുഖമാണ്, ഒന്ന് മനസ്സ് പറഞ്ഞ് ചിരിക്കാൻ. ഇപ്പോൾ അങ്ങനത്തെയാണ്. കാരണം 100 സീറ്റിൽ പൊട്ടെന്ന് പറഞ്ഞ UDF അല്ല, LDF പൊട്ടുന്നതാണ് അദ്ദേഹം പറഞ്ഞത്.